രചന ഒരു മർഡർ അപാരത ഭാഗം 8. എന്നെ കൊടുക്കാനുള്ള തീരുമാനം ആരുടേതായിരുന്നു? ബ്രഹ്മദത്തൻ ചോദിച്ചു. ശിവശങ്കരൻ മുതലാളിയുടേതായിരുന്നു, രഘു പറഞ്ഞു. അവന് എൻ്റെ മോനെ അവൻ്റെ മകളെ കൊണ്ട് കെട്ടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. ഒരിക്കൽ അയാളുടെ വീടിനടുത്തുള്ള നമ്മുടെ സ്ഥലം ചോദിച്ചതാണ്. ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അതാവാം എന്നോടുള്ള വൈരാഗ്യം. ശ്രാവണി അപ്പോൾ തന്നെ വീഡിയോ ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം അപ്ലോഡ് ചെയ്തു. അധികം താമസിയാതെ തന്നെ ശിവശങ്കരൻ്റെ കഞ്ചാവ് തോട്ടവും ശിവശങ്കരനെയും പോലീസ് പിടിച്ചു. പിന്നെയും ശ്രാവണിയുടെ സംശയം ബാക്കിയായി. ഗീത 2 മാസം ഗർഭിണിയായിരുന്നു. എങ്ങനെ? ഗീത ആരോടെങ്കിലും സംസാരിക്കുന്നത് മണിയൻ കണ്ടിട്ടുണ്ടോ? ഇല്ല കുഞ്ഞേ, അങ്ങനെ അവൾക്ക് പ്രത്യേകിച്ച് ആരോടും ഒരു അടുപ്പമില്ലായിരുന്നു. മണിയനോട് അവൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? കുഞ്ഞ് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അവൾ ഗർഭിണിയായിരുന്നു. ആരാണ്? അത് പിന്നെ ഇനി എന്തിനാ കുഞ്ഞെ അതൊക്കെ? പറമണിയാ, എൻ്റെ സംശയം ബാക്കിയാണ്. ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ ഒരിക്കൽ ഒരു മാജിക്കാരൻ വന്നിരുന്നു, ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പ്. അയാളുടെ മാജിക്കുകൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ ഇഷ്ടത്തിലായി. കുറച്ച് നാൾ കഴിഞ്ഞ് അയാൾ മറ്റൊരു സ്ഥലത്തേക്ക് പോയി. പിന്നീടാണ് അവൾ ഗർഭിണിയാണ് എന്നറിഞ്ഞത്. ഞാൻ സന്തോഷിച്ചു. എൻ്റെ പേരിൽ അങ്ങനെ ഒരു ഭാഗ്യവും കിട്ടിയല്ലോ. ഞാൻ കഴിവില്ലാത്തവനെന്ന് ആരും പറയില്ലല്ലോ. ശ്രാവണിക്ക് സങ്കടം തോന്നി. അവൾ മണിയൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്നിട്ട് കണ്ണടച്ച് കാണിച്ചു. തുടരും.